ഹലോ, ഇന്നത്തെ ക്ലാസ്സിൽ ഇമ്പോർട്ടൻസ് ഓഫ് മാക്രോ എക്കണോമിക്സും അതുപോലെ തന്നെ അതിൻ്റെ ലിമിറ്റേഷൻസും ആണ് നോക്കുന്നത്. മാക്രോ എക്കണോമിക്സിൻ്റെ യൂസസും ലിമിറ്റേഷൻസും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. മാക്രോസ് എന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മാക്രോ എന്ന വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത്. വലുത് എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ചെറുത് എന്നായിരുന്നു അർത്ഥം വന്നിട്ടുണ്ടായിരുന്നത്. ഇത് വലുത് എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ഒരു സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെക്കുറിച്ചുള്ള പഠനമാണ് മാക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഈ ഒരു സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ മൊത്തം ഈ സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ ആ സേവനങ്ങളുടെയൊക്കെ ഉൽപ്പാദനത്തിൻ്റെ തോത് നിർണ്ണയിക്കൽ, പിന്നെ ദേശീയ വരുമാനത്തിൻ്റെ വളർച്ച, പിന്നെ വില നിലവാരം, പിന്നെ തൊഴിൽ നിർണ്ണയം, ഇതെല്ലാം ഈ ഒരു സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളായിട്ടാണ് വരുന്നത്. ഓക്കെ, ഞാൻ ആ പോയിൻ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഇപ്പം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന തോത് നിർണ്ണയിക്കൽ, ദേശീയ വരുമാനത്തിൽ എന്തെങ്കിലും വളർച്ച താഴ്ച ഇതൊക്കെ നിർണ്ണയിക്കൽ, പിന്നെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില നിലവാരം, പിന്നെ തൊഴിലിൻ്റെ നിർണ്ണയം, ഇതെല്ലാം ഈ ഒരു സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഒരു മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ JM കൾബർട്ട്സൺ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഈ ഒരു സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തെ നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: വരുമാനം, തൊഴിൽ, വില നിലവാരം, പണം എന്നിവയെ സംബന്ധിച്ചിട്ടുള്ള പഠനമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. വളരെ സിമ്പിളായിട്ട് അയാൾ നിർവചിച്ചിരിക്കുന്നത് വരുമാനം, തൊഴിൽ, വില നിലവാരം, പണം എന്നിവയെ സംബന്ധിച്ച പഠനമാണ് മാക്രോ എക്കണോമിക്സ് എന്നാണ് നിർവചിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഗാർട്ട്നർ എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അദ്ദേഹം ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനിൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം ഉൽപ്പന്നത്തെ പറ്റിയും അതുപോലെ തന്നെ തൊഴിൽ, വില നിലവാരം എന്നിവയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചും അവയിലുണ്ടാകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങളെക്കുറിച്ചും ഉള്ള പഠനമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഗാർട്ട്നർ എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് ഡെഫിനിഷൻസാണ് മാക്രോ എക്കണോമിക്സിൽ അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് ആണ്. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള പഠനം അല്ലെങ്കിൽ പ്രവർത്തനം മനസ്സിലാക്കാൻ വേണ്ടി സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അഥവാ മാക്രോ എക്കണോമിക്സ് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രവും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്, അതിപ്പം ഉൽപ്പന്നത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും തൊഴിലിൻ്റെ ആണെന്നുണ്ടെങ്കിലും വില നിലവാരത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു രാഷ്ട്രത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഒരു രാഷ്ട്രത്തിൽ വില നിലവാരം ഉയരുകയാണെന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രം നേരിടുന്ന ഒരു പ്രശ്നമാണ് അതെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നത് ഏതിലാണ്? ഈ ഒരു സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലാണ്. അതായത് ഇപ്പം വില നിലവാരമാവട്ടെ, തൊഴിലാവട്ടെ, ഇതിലെല്ലാം ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഈ ഒരു സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട്. ഇതെല്ലാം വിശകലനം ചെയ്യാനും ഇതിൻ്റെ ഫലങ്ങൾ അനലൈസ് ചെയ്യാനും എല്ലാം സഹായിക്കുന്നത് ഏതാണ്? സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്ര പഠനത്തിലൂടെ നമുക്കിതെല്ലാം വിശകലനം ചെയ്യാനായിട്ടും അതിനെപ്പറ്റി പഠിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സാമ്പത്തിക നയങ്ങളുടെ രൂപീകരണത്തിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം സഹായകരമാണ്. ഇതാണ് രണ്ടാമത്തെ യൂസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. പിന്നെ അമിത ജനസംഖ്യ അല്ലെങ്കിൽ പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, ഇതെല്ലാം ഒരു രാജ്യം നേരിടുന്ന അല്ലെങ്കിൽ ഏതൊരു രാജ്യവും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്നും അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികൾ അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ അത് ഒഴിവാക്കാൻ വേണ്ട നടപടികൾ എന്തൊക്കെയാണെന്ന് നിർദ്ദേശിക്കാനായിട്ട് ഈ ഒരു സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സിന് കഴിയും. ഇതാണ് രണ്ടാമത്തെ യൂസ് ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ യൂസ് എന്താണെന്ന് വെച്ചാൽ ദേശീയ വരുമാന കണക്കുകൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതാണ് അടുത്തൊരു യൂസായിട്ട് വരുന്നത്. പിന്നുള്ളൊരു യൂസ് എന്താണെന്ന് വെച്ചാൽ സമ്പദ് വ്യവസ്ഥകൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന തൊഴിലില്ലായ്മ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതിലത്തെ ഓരോ വിശകലനങ്ങളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ,
അതുപോലെ തന്നെ ഇപ്പോൾ സമ്പദ് വ്യവസ്ഥകൾ ഫേസ് ചെയ്യുന്ന പണപ്പെരുപ്പം അല്ലെങ്കിൽ പണച്ചുരുക്കത്തിൻ്റെയൊക്കെ ഫലങ്ങളിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ അല്ലെങ്കിൽ അതിനെ വിശകലനം ചെയ്യുന്നതിനും അവയ്ക്ക് വേണ്ട മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും നടപടികൾ നിർദ്ദേശിക്കാനും ഒക്കെ ഈ ഒരു സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സിന് കഴിയും. നെക്സ്റ്റ് ഒരു പോയിൻ്റ് അല്ലെങ്കിൽ യൂസസ് എന്താണെന്ന് വെച്ചാൽ വ്യാപാര ചക്രങ്ങളെ വിശകലനം ചെയ്യാനും അവ നിയന്ത്രിക്കാനും വേണ്ട മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കാനൊക്കെ ഈ ഒരു സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് കഴിയും. അതായത് ഇതിപ്പം മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയുടെ പഠനമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം എല്ലാ പോയിൻ്റ് അല്ലെങ്കിൽ ഇപ്പം വരുമാനം അല്ലെങ്കിൽ തൊഴിൽ എല്ലാത്തിലും നമുക്ക് ഈ ഒരു സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലെ നിർദ്ദേശങ്ങളും നടപടികളും ഒക്കെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റും. അതിനൊക്കെ പറ്റി എല്ലാമുള്ള പഠനമായതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് അതിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നിർദ്ദേശിക്കാനും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലെ പഠനങ്ങൾ നമുക്ക് പ്രാപ്തമാണ്. ഓക്കെ, ഇതൊക്കെയാണ് അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. നമുക്കിനി ലിമിറ്റേഷൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് നോക്കാം. പ്രധാനമായും 4 ലിമിറ്റേഷൻസ് ആണുള്ളത്. എഗ്രിഗേഷൻ പ്രോബ്ലം ഒന്നാമത്തേത്, രണ്ടാമത്തേത് കമ്പോണൻസ് ഓഫ് എഗ്രിഗേറ്റ്സ് ആർ നോട്ട് ഹോമോജീനിയസ്, മൂന്നാമത്തേത് ഫെലസി ഓഫ് കമ്പോസിഷൻ, നാലാമത്തേത് ലിമിറ്റേഷൻ ഓഫ് എംപിരിക്കൽ പ്രഡിക്ഷൻ. ഈ 4 എണ്ണമാണ് ലിമിറ്റേഷൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് വരുന്നത്. അതായത് ക്രോഡീകരണ പ്രശ്നം, മൊത്തത്തിലുള്ള ഘടകങ്ങൾ ഏകാത്മക സ്വഭാവമുള്ളവയല്ല, ആകെ തുകകൾ രൂപീകരിക്കുന്നതിലെ മിഥ്യാധാരണകൾ, സ്ഥിതി വിവരക്കണക്കുകളെ അടിസ്ഥാനമാക്കിയുള്ള പ്രവചനങ്ങൾക്കുള്ള പരിമിതി. ഈ 4 എണ്ണമാണ് ലിമിറ്റേഷൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് അഥവാ ലിമിറ്റേഷൻസ് ഓഫ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഇതിലിനി നമ്മൾ നെക്സ്റ്റ് മൈക്രോവേഴ്സ് മാക്രോ എക്കണോമിക്സ് അതും കൂടെ ഒന്ന് വായിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ കഴിയുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.